സുരേഷ് ഗോപിയുടെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് പരാമർശത്തിൽ പ്രതിഷേധം പരസ്യമാക്കി ബി.ജെ.പി. ആർ.എസ്.എസ് നേതാക്കൾ. സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷാണ് പ്രതിഷേധം അറിയിച്ചത്. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, ഇന്നലെ തന്നെ ഈ പരസ്യമായി തന്നെ വി മുരളീധരൻ മറുപടി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ഒരിക്കലും സംഘപരിവാറിന് അനുകൂലിക്കാനാകാത്ത ഒരു വനിതയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ആർ.എസ്.എസിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ തുടർച്ചയായിരിക്കും ഇപ്പോൾ സംഘടനാ സെക്രട്ടറി സുഭാഷ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചത്? തീർച്ചയായും സിജു, ഇത്തരത്തിൽ ഒരു പരാമർശം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് വി മുരളീധരന്റെ പ്രതികരണം ഇന്നലെ നമ്മൾ ആരാഞ്ഞത്. അതിലും ഒരു എതിർപ്പ് പ്രകടമായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് നടന്ന സ്വീകരണ പരിപാടിയിലും സുരേഷ് ഗോപി എത്തിയപ്പോൾ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവുമില്ല, വീണ്ടും ഭാരത മാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് എടുത്തു പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഇന്ന് നടന്ന സ്വീകരണ പരിപാടിക്ക് ശേഷമാണ് ഈ സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷിന്റെ ഫേസ്ബുക്ക് പേജിൽ ഏകദേശം 1 മണിക്കൂർ മുന്നെയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മേൽ ഈ ആർ.എസ്.എസ് ബി.ജെ.പി. സംഘടന വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ഭാരതാംബയുടെ ചിത്രം വരുന്ന രീതിയിലുള്ള ചിത്രമാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഈ ബി.ജെ.പി. നേതാവായ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിലും പ്രകടമാകുന്നത്. ഏതായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നതിൽ തങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്. പാർട്ടിയുടെയോ ഈ സംഘപരിവാറിന്റെയോ ബി.ജെ.പി. ആർ.എസ്.എസ് അജണ്ട മുന്നിൽ പിന്തുടരുന്ന ആളുകളുടെ ഒരു വിശ്വാസമല്ല, അല്ലെങ്കിൽ പ്രതികരണമല്ല എന്ന് തന്നെ എടുത്തു പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുതിർന്ന നേതാക്കളൊന്നും പരസ്യമായി പ്രതികരിച്ചില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം വി മുരളീധരന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ട്, നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ താൻ പറഞ്ഞതിലും തെറ്റ് ഒന്നും തന്നെ ഇല്ല, ഭാരത മാതാവ് തന്നെയാണ് ഇന്ദിരാഗാന്ധി എന്ന് തന്നെ എടുത്തു പറയുകയാണ്. സംഘപരിവാറിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് ഇന്ദിരാഗാന്ധി. അത്തരത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ചാണ് ബി.ജെ.പിയുടെ തന്നെ ഒരു നേതാവായ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് ദേശീയ തലത്തിലേക്കും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തിയാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെയും എതിർപ്പ് പ്രകടിപ്പിച്ചുള്ള പ്രതികരണത്തിലൂടെയും പുറത്തു വരുന്നത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആർ.എസ്.എസിൽ നിന്ന് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. ഫേസ്ബുക്കിലൂടെ സംഘടനാ സെക്രട്ടറി സുഭാഷ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു.